നമസ്കാരം. ഞാൻ ബിനോയ് പി മാത്യു, ഇടിയാലിൽ കൂടല്ലൂർ. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മാന്നാനം കെ കോളേജിൽ 1983-85 പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പിലെ മോർണിംഗ് ഷിഫ്റ്റിലെ ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ഭാര്യ കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ബിജിമോൾ കെ ബേബിയും 1985-87 ബാച്ചിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ് നമ്മുടെ ഈ കോളേജിൽ. അതുപോലെ എൻ്റെ ഏക സഹോദരൻ ബിപിൻ പി മാത്യു അമേരിക്കയിലെ ചിക്കാഗോയിലെ എഞ്ചിനീയറാണ്. ബിപിനും 1985-87 PDC ഫസ്റ്റ് ഗ്രൂപ്പ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പ്രീ ഡിഗ്രിക്ക് ശേഷം കേരള മെഡിക്കൽ എൻട്രൻസിൽ എനിക്ക് വെറ്റിനറിക്ക് അഡ്മിഷൻ ലഭിച്ച് ഞാൻ വെറ്റിനറി കോളേജ് മണ്ണുത്തിയിൽ പ്രവേശനം നേടി. 1991 എനിക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രി കിട്ടി. 91 മുതൽ ഓഗസ്റ്റ് മുതൽ കഴിഞ്ഞ 33 വർഷമായിട്ട് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിൽ പാവപ്പെട്ട വ്യക്തികളോടൊപ്പം വെറ്റിനറി സർജനായിട്ടും സീനിയർ വെറ്റിനറി സർജനായിട്ടും പിന്നീട് ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടും പിന്നീട് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇടുക്കിയുമായിട്ട് കഴിഞ്ഞ 33 വർഷമായിട്ട് ജോലി ചെയ്ത് ഈ മാസം മെയ് 31 ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കുകയാണ്. മാന്നാനത്തെക്കുറിച്ച് 1983-85 കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ പ്രശാന്തമായ ഒരു പരിശുദ്ധമായ അന്തരീക്ഷം ഈ മാന്നാനത്ത് ഉണ്ടായിരുന്നു. അത് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ നാമധേയത്തിലാണ് ഈ കലാലയം ഉള്ളത്. കരുണാർദ്ര നിരുപാധിക സ്നേഹം എന്ന ക്രിസ്തു ദർശനം ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കിയ താപസ പുരോഹിതനായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാനത്തിന് നിശബ്ദമായിട്ട് നേതൃത്വം കൊടുത്ത തൃഷ്ണാശാലിയായ ക്രാന്തദർശിയായ സന്യാസി പുരോഹിതനായിരുന്നു ചാവറയച്ചൻ. ഇവിടെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം, അതുപോലെ കത്തോലിക്ക സംസ്കൃത സ്കൂള് 2 അന്ന് സ്ഥാപിച്ചതിൽ ഒന്ന് മാന്നാനത്തായിരുന്നു. അതുപോലെ തന്നെ വാഴത്തട വിപ്ലവം എന്ന് പിന്നീട് പേരിട്ട പ്രിന്റിംഗ് പ്രസ്, അച്ചടി യന്ത്രം, കേരളത്തിലെ 3ാമത്തെ അച്ചടി യന്ത്രം മാന്നാനത്ത് സെൻറ് ജോസഫ് പ്രസ് അദ്ദേഹം തുടങ്ങി. ഈ പ്രസ്സിൽ നിന്നാണ് പിന്നീട് കേരളത്തിലെ ആദ്യത്തെ ഭാഷാ ദിനപത്രമായ ദീപിക പിറവിയെടുത്തതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരള സാക്ഷരതയിലെ പിതാവ് എന്ന് അദ്ദേഹം ചാവറയച്ചൻ അറിയപ്പെടുന്നത്. സന്യാസി പുരോഹിതർക്കായിട്ട് CMI കോൺഗ്രിഗേഷൻ, സന്യാസി സിസ്റ്റേഴ്സിനായിട്ട് CMC എന്ന കോൺഗ്രിഗേഷൻ അദ്ദേഹം സ്ഥാപിച്ചു. നമുക്കറിയാം, യുഗപ്രഭാവനായ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്കും മഹാത്മാ അയ്യങ്കാളിക്കും അബ്ദുറഹ്മാൻ സാഹിബിനും മുമ്പ് തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ ചാവറ കുര്യാക്കോസ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കുടികൊള്ളുന്ന മാന്നാനം ആശ്രമ ദേവാലയവും മാന്നാനം കുന്നും ഈ കോളേജും എനിക്ക് എന്നും ഒരു തീർത്ഥാടന ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ അന്ന് പഠിക്കുന്ന കാലത്തും പിന്നീടും സന്ദർശിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, മെഡിറ്റേഷനിലിരിക്കുക, പോസിറ്റിവിറ്റി എനിക്ക് നന്നായിട്ട് ലഭിക്കുന്ന പ്രദേശമാണ് ഈ മാന്നാനം. നമ്മുടെ ഓരോരുത്തരുടെയും ഉയർച്ചയിൽ മാതാപിതാ ഗുരു ദൈവം ആണല്ലോ നമ്മളെ സഹായിക്കുക. ഈ പ്രീ ഡിഗ്രി കാലത്ത് എൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഫാദർ തോമസ് വെമ്പാലയോടും വൈസ് പ്രിൻസിപ്പളായിരുന്ന ഫാദർ ഫിലിപ്പ് പഴയഗിരിയോടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായ കെമിസ്ട്രി പഠിപ്പിച്ച ജെയിംസ് ജോസഫ് സാറിനോടും MJ ജോസഫ് സാറിനോടും മുരികല്ല് സാറിനോടും ഫിസിക്സ് പഠിപ്പിച്ച സെബാസ്റ്റ്യൻ മാത്യു സാറ്, അതുപോലെ ജോണി സാറ്, ജോബി സാറ്, ഡൊമിനിക് സാറ്, അതുപോലെ സുവോളജി പഠിപ്പിച്ച സെബാസ്റ്റ്യൻ സാറ്, അലോഷ്യസ് സാറ്, അതുപോലെ തന്നെ സന്തോഷ് സാറ്, അതുപോലെ തന്നെ പുത്തൻ പറമ്പിൽ അച്ഛന്, ബോട്ടണി പഠിപ്പിച്ച CK ജോൺ സാറ്, അതുപോലെ തന്നെ വല്ലയിൽ അച്ഛന്, ഇംഗ്ലീഷ് പഠിപ്പിച്ച ലീന ചിറയിൽ ടീച്ചർ, അതുപോലെ ഫാദർ പീറ്റർ പുളിവേലിൽ അച്ഛന്, അതുപോലെ തന്നെ നമ്മുടെ ജോണി സാറ്, ജെയിംസ് ജോസഫ് സാറ്, ജോസി ജെറോം സാറ്, അതുപോലെ ഹിന്ദി പഠിപ്പിച്ച MJ തോമസ് സാറ്, അതുപോലെ CK ജോൺ സാറ്, അതുപോലെ തന്നെ മത്തായി മാത്യു സാർ അടക്കം ഉള്ള വ്യക്തികളോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങളുടെ ഈ 92 പേര് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഈ പ്രീ ഡിഗ്രി ബാച്ചിൽ നിന്ന് 3 മെഡിക്കൽ ഡോക്ടേഴ്സ്, ഈ സെയിം ബാച്ചിൽ നിന്ന്, ഈ ഡിവിഷനിൽ നിന്ന് 3 മെഡിക്കൽ ഡോക്ടേഴ്സ്, 3 വെറ്ററിനറി ഡോക്ടേഴ്സ്, പല എഞ്ചിനീയർമാർ, അനേകം അധ്യാപകർ, അതുപോലെ തന്നെ വക്കീലന്മാർ, അതുപോലെ വിദേശത്തും സ്വദേശത്തുമായിട്ട് ജോലി ചെയ്യുന്ന സീനിയർ നഴ്സുമാരടക്കം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളിലെ ഈ ബാച്ച് മേറ്റ്സ് ഉണ്ട് പ്രീ ഡിഗ്രി.
ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ 2011 ഈ കോളേജിൽ വെച്ച്, മാന്നാനം കോളേജിൽ വെച്ച് എൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അന്നത്തെ വിശിഷ്ടാതിഥി തോമസ് വെമ്പാലി അച്ഛനും അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഒഴികൽ അച്ഛനുമായിരുന്നു. പിന്നീട് പങ്കെടുത്ത വ്യക്തികളുടെ ആവശ്യാനുസരണം പിന്നീട് 2012 രണ്ടാമതൊരിക്കൽ കൂടി കോട്ടയത്ത് വെച്ച് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായി. അന്ന് ഫാദർ പീറ്റർ പുളിവേലിൽ അച്ഛനായിരുന്നു ഞങ്ങളുടെ വിശിഷ്ടാതിഥി. വ്യക്തിപരമായി ഞങ്ങളുടെ ഇതിൻ്റെ ഇപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. പീറ്റർ പുളിവേലിൽ അച്ഛനാണ് ഞങ്ങളുടെ വിവാഹം, എൻ്റെ വിവാഹം ബ്ലെസ് ചെയ്തത് എന്ന് സന്തോഷത്തിൽ അറിയിക്കുന്നു. മറ്റൊരു വ്യക്തിപരമായ കാര്യം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 8-10 മാസമായിട്ട് അർബുദ രോഗത്തോട് ഞാൻ മല്ലടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ജൂൺ 23-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഡയമണ്ട് ജൂബിലി മീറ്റിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ആരോഗ്യം അനുവദിക്കുന്നതിൽ ഞാനും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. സ്നേഹത്തോടെ ബിനോയ് പി. മാത്യു, ഇടിയാലിൽ, കൂടല്ലൂർ. നന്ദി, നമസ്കാരം.